പ്രദേശകത്തിന്റെ നാമത്തിലുള്ള സ്നേഹം എന്നിട്ട് എല്ലാ ദൈവമൊക്കെ അറിയിക്കുന്നു. ഈ പ്രഭാത സമയത്ത് ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്ത് ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം മത്തായി 21:18-19. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുത്ത് ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇടി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാവാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യ പ്രഭാതി ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് വ്യക്തമായി പറയുന്ന കാര്യം എന്താ വെച്ചാൽ, കർത്താവ് അല്ലെ തന്റെ പരസ്യ ശുശ്രൂഷയില് നഗരത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് കർത്താവിന് വിശന്നു അല്ലെ. ആ സമയത്ത് ഒരു അത്തിവൃക്ഷത്തെ കണ്ട് ആ ഒരു വിഷത്തിലേക്ക് തനിക്കുള്ള ഫലം വിശന്ന സമയത്ത് എന്താ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത്? ഫുഡ് കഴിക്കാൻ അല്ലെ, ആഹാരം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കർത്താവും അതേപോലെ തന്നെ ആഹാരം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് ആ ഒരു അത്തിവൃക്ഷത്തിന്റെ അടുത്തിലേക്ക് ചെല്ലുക. കാരണം ഒന്ന് പ്രതീക്ഷിച്ചു, അതിൽ ഫലം കാണും എന്ന് പ്രതീക്ഷിച്ചാണ് അടുത്തേക്ക് ചെന്നത്. പക്ഷെ ചെന്ന് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇലകളല്ലാതെ ഒരു ഫലം പോലും ആ വൃക്ഷത്തിൽ ഇല്ലാത്തൊരവസ്ഥ അവിടെ വ്യക്തമായി കാണുകയല്ലേ. അടുത്ത സെക്കൻഡ് കർത്താവ് പറഞ്ഞ കാര്യം എന്നാ? ഇനി ഒരു നാളും നിന്നിൽ ഫലം കഴിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞ് അതിനോട് പറയാൻ തക്കണിടയായി. അടുത്ത ക്ഷണത്തിൽ തന്നെ ആ അത്തി ഉണങ്ങിപ്പോയി അവിടെ വ്യക്തമായിട്ട് ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസ്ഥലത്തിൽ മുഴങ്ങാനം മടക്കി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവേ, ഞാൻ ദൈവസ്ഥലത്തിൽ ഒരു ദൈവമകളായി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ഫലം കാണണം. ഇലകളായിട്ട് മാത്രം നിൽക്കാനല്ല, ഫലമുള്ള ഒരു അത്തിവൃക്ഷമായി തന്നെ ഈ ദിവസങ്ങളിൽ നിൽക്കുവാനും ആ ഒരു ഫലം അനേകർക്ക് പ്രയോജനപ്പെടുന്ന അളവുക്ക് ആയിത്തീരുവാനും എന്നെ എടുത്ത് ഉപയോഗിക്കണമെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെയാ ഏത് സമയത്തും കർത്താവ് നമ്മുടെ അടുക്കൽ വരുന്നത് എന്തിനാ? എൻ്റെ മോള് എങ്ങനെയുള്ള വ്യക്തി ജീവിതമാണ്, അവൾ എനിക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി എന്താ ചെയ്തേ എന്ന് അറിയുവാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു അത്തിവൃക്ഷത്തിന് തുല്യമായി പോകരുത്. അത്തിവൃക്ഷത്തിൽ ഫലമുള്ള അനുഗ്രഹിക്കപ്പെട്ട അത്തിവൃക്ഷമാണെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായി തീരും. അനേകർ നമ്മളുടെ വിടുതൽ പ്രാപിപ്പാനും നമ്മളുടെ ഫലം അവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാനും വിശപ്പ് മാറുവാൻ തക്കവണ്ണം അല്ലെ നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഇല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ വാട്ടം സംഭവിക്കും. ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരാൻ തക്കണം ഇടയായിത്തീരും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഫലമില്ലാത്തൊരു അത്യാവശ്യമായി തീരാൻ ഒരിക്കലും നമ്മളെ നിൽക്കരുത്. കാരണം ദൈവസ്ഥലത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു പക്ഷെ അകലേന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, മറ്റുള്ളവർ നമ്മൾ വിചാരിക്കും, ആ ദൈവത്തിന്റെ മകളാ, അവൾ ഫലമുള്ള കൂട്ടത്തിലാ, നല്ല അത്യവൃക്ഷമാ, അല്ലെങ്കിൽ നല്ല ദൈവരാജ്യത്തിന് വേണ്ടി ഉതകുന്ന ഒരു വ്യക്തി ജീവിതമാണെന്ന് അറിഞ്ഞ് അടുത്തേക്ക് വരുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നുമില്ല. കൃപാവരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ആക്ടിവേറ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാതെ ആർക്കും പ്രയോജനപ്പെടാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തള്ളപ്പെടും അല്ലേ. ഒരിക്കലും നമ്മൾ ആ തള്ളപ്പെട്ട അവസ്ഥയിലായി പോകാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. കർത്താവോട് പറഞ്ഞു, കർത്താവേ, ആ ഒരു ഫലമുള്ള ഒരു അത്യവൃക്ഷമായി തീരുവാൻ അങ്ങയുടെ ദൈവരാജ്യം ഉതകുന്ന അളവുക്ക് അങ്ങ് എന്താഗ്രഹിക്കുന്നു ആ ലെവലിക്ക് എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഫലമുള്ള ഒരു വൃക്ഷമായി തീരാൻ തക്കണം എൻ്റെ ജീവിതത്തിലും ഇടയാക്കണേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാ മക്കൾക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.